കേരളത്തിലെ സർക്കാർ എന്തൊരു മാറ്റമല്ലേ മാറി. ഒരു നാട്ടിലെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അത്രയും പോലീസുകാരൊക്കെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാനുള്ള രീതിയിൽ ഇറക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ അടിച്ചോടിച്ച് അവരെ പരിക്ക് പറ്റിച്ചിട്ട് സംരക്ഷിക്കുക. നാട്ടിൽ ഈ ബിസിനസ്സിന് ഇത്രയ്ക്കും സംരക്ഷണമുള്ള ഒരു കാലഘട്ടം ഇതിൻ്റെ മുന്നേ കണ്ടില്ല. അതുപോലെ നിലവിലുള്ള ഒരു ബിസിനസ്സിന് അത് പൊളിയാതെക്കാൻ വേണ്ടി അതേ ബിസിനസ്സിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടും ആ ജില്ലയിൽ വേറെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാണ്ടിരിക്കുക. എന്തൊരു കരുതലാതെ. പറഞ്ഞു വരുന്നത് കൂടത്തായിലെ മാലിന്യ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ഫാക്ടറിയിൽ ഒതുങ്ങണതിലപ്പുറം മാലിന്യം കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളില്ലാതെ ആ നാട്ടുകാരെ നരകിപ്പിച്ചിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ ഇറക്കുന്ന മാതിരിയുള്ള ഡയലോഗ് ഇറക്കി തീവ്രവാദം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ ജനങ്ങളെ ഈ രീതിയിൽ അടിച്ചമർത്തുന്നത് ശരിയായൊരു നയമാണോ? എന്തുകൊണ്ടാണ് സർക്കാർ എങ്ങനെ ഇടപെടുന്നത്? അവിടെ കൃത്യമായ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കുകയും ഈ സ്മെല്ല് ഒഴിവാക്കുകയും ചെയ്താൽ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഒരുപാട് പൊട്ടൻഷ്യലുള്ള വലിയൊരു ബിസിനസ്സായിട്ട് പോലും ഒരുപാട് ആളുകൾ അപേക്ഷിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ആ ജില്ലയിൽ വേറെ അനുവദിച്ചു കൊടുക്കാത്തത്? ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരുപാടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര വിഷയമല്ലാതെ നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ജനസാന്ദ്രതയുള്ള കേരളത്തിൽ ഇതുപോലൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം അനുമതി കൊടുക്കാനല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ജനങ്ങൾക്കെതിരാകുന്നത്? അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.